ഹായ് ഫ്രണ്ട്സ്, നറുട്ടോ സീരീസിൽ എപ്പോഴെല്ലാം നമ്മൾ ഗെൻജുറ്റ്സുവിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ഇതാച്ചി ഉച്ചിഹ പറ്റിയാണ് ഓർക്കുന്നത്. അവനെ ഗോഡ് ഓഫ് ഗെൻജുറ്റ്സു എന്നും പറയും, ആൻഡ് അത് സത്യവുമാണ്. പക്ഷെ ഗെൻജുറ്റ്സുവിന്റെ പവറും സ്കെയിലും നോക്കുന്ന സമയത്ത് കുറച്ച് പേർ ഇതാച്ചിയേക്കാൾ മുകളിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാം ടോപ്പ് 5 ഗെൻജുറ്റ്സു യൂസേഴ്സിന്റെ അൾട്ടിമേറ്റ് റാങ്കിങ്. നമ്പർ 5-ൽ ഷോക്കിംഗ്ലി ഇതാച്ചി ഉച്ചിഹയാണ്. ഇതാച്ചിയുടെ സുക്കുയോമിക്ക് നമ്മുടെ ബ്രെയിനിലെ ടൈം പെർസെപ്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കാരണം അവന്റെ കണ്ണുകളെ തളർത്തുന്നത് കൊണ്ട് ഇതിനെ അവൻ പിന്നെയും യൂസ് ചെയ്യാറില്ല. നമ്പർ 4-ലുള്ളത് സാസ്കെ ഉച്ചിഹയാണ്. സാസ്കെയുടെ കയ്യിൽ 6 പാസ് റെനെഗാൻ ഉണ്ടായിരുന്നു, ആൻഡ് അതിന്റെ ഹെൽപ്പ് കൊണ്ട് അവൻ എല്ലാ 9 ടൈൽ ബീസ്റ്റിനെയും ഗെൻജുറ്റ്സുവിൽ ഇട്ടായിരുന്നു. പക്ഷെ അതേ റെനെഗാൻ ബൊറുട്ടോ സീരീസിൽ സാസ്കെയോടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്പർ 3-ലുള്ളത് ഷിസുയി ഉച്ചിഹയാണ്. ഇനി ഞാൻ ഷിസുവിനെ സാസ്കെയ്ക്ക് മുകളിലാണ് റാങ്ക് ചെയ്തേക്കുന്നത്, കാരണം ഇവന്റെ കോത്തോ അമാത്സുകാമി ഒരു വലിയ ചീറ്റ് കോഡ് ആയിരുന്നു. ഈവൻ ഇറ്റാച്ചിയും ഇതിനെ ഒരു അൾട്ടിമേറ്റ് ഗെൻജുറ്റ്സു എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതിൽ ഒരു ഐ കോണ്ടാക്റ്റും ഇല്ലാതെ ടാർഗറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്പർ 2-ൽ വരുന്നതാണ് മാദര ഉച്ചിഹ. തന്റെ റിനെ ഷാരിങ്കാന്റെ ഹെൽപ്പ് കൊണ്ട് മൊത്തം ഷിനോബി വേൾഡിനെ ഒരു ഇൻഫിനിറ്റ് സുക്കുയോമിയിൽ അവൻ ഇട്ടായിരുന്നു, ആൻഡ് അതൊരു വലിയ കാര്യമായിരുന്നു. നമ്പർ 1-ലോട്ട് പോകുന്നതിന് മുമ്പേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായി ഫോളോ ചെയ്യാൻ മറക്കണ്ട. സോ നമ്പർ 1-ൽ ഉള്ളതാണ് മദർ ഓഫ് ഓൾ ചക്രാസ് കാഗുയ ഓത്സുസുക്കി. ഇവരാണ് ഏറ്റവും ആദ്യത്തെ ഇൻഫിനിറ്റ് സുക്കുയോമി കാസ്റ്റ് ചെയ്തത്. ഈ ഗെൻജുറ്റ്സു കാരണം എല്ലാ ഡയമെൻഷൻസിലെ റിയാലിറ്റി തന്നെ മാറിയായിരുന്നു, ആൻഡ് ഇതിനെ ആർക്കും പൊട്ടിക്കാനും കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ബെസ്റ്റ് ഗെൻജുറ്റ്സു യൂസർ? കമന്റ്സിൽ ഷെയർ ചെയ്യുക.